ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 12 ഭക്തിയോഗം. ശ്ലോകം 18, പേജ് നമ്പർ 653. സമശത്രൗ ച മിത്രേ ച തഥാ മാനാപമാനയോഃ ശീതോഷ്ണ സുഖദുഃഖേഷു സമസംഗവിവർജിതഃ. ശ്ലോകം 19, പേജ് നമ്പർ 653. തുല്യനിന്ദാസ്തുതിർമൗനീ സന്തുഷ്ടോ യേന കേനചിത് അനികേതസ്ഥിരമതിർ ഭക്തിമാൻ മേ പ്രിയോ നരഃ. പദാനുപദം. ശത്രൗ ച ശത്രുവിലും, മിത്രേ ച മിത്രത്തിലും, തഥാ അപ്രകാരം, മാനാപമാനയോഃ മാനാപമാനങ്ങളിലും, സമഃ സമനായി, ശീതോഷ്ണ സുഖദുഃഖേഷു ശീതം ഉഷ്ണം സുഖം ദുഃഖം എന്നിവയിൽ സമഃ സമനായി, സംഗവിവർജിതഃ സംഗരഹിതനായി, തുല്യനിന്ദാസ്തുതി നിന്ദയിലും സ്തുതിയിലും തുല്യനായി, മൗനി മൗനിയായി, യേന കേനചിത് എന്തെങ്കിലും കിട്ടുന്നതുകൊണ്ട്, സന്തുഷ്ടഃ സന്തുഷ്ടനായി, അനികേതഃ ഗൃഹരഹിതനായി, സ്ഥിരമതിഃ സ്ഥിരബുദ്ധിയായിരിക്കുന്ന, ഭക്തിമാൻ ഭക്തിമാൻ, മേ എനിക്ക്, പ്രിയഃ പ്രിയനായ, നരഃ നരനാകുന്നു. വിവർത്തനം. ശത്രുക്കളിലും മിത്രങ്ങളിലും സമഭാവനയോടെ മാനാപമാനങ്ങൾ, ശീതോഷ്ണങ്ങൾ, സുഖദുഃഖങ്ങൾ, ആദരവും അനാദരവും, യശസ് ദുഷ്കീർത്തി എന്നീ ദ്വന്ദ്വങ്ങളെ ഒരേവിധം കൈക്കൊണ്ട് അസത്സംഗത്തിൽ നിന്ന് എല്ലായ്പ്പോഴും മുക്തനും മൗനിയും ജ്ഞാനത്തിലുറച്ചവനും സദാ സംതൃപ്തനുമായി, ഗാർഹിക ബോധമുപേക്ഷിച്ച് ഭക്തിയുത സേവനത്തിലേർപ്പെട്ടിരിക്കുന്ന ഭക്തൻ എനിക്കെത്രയും പ്രിയപ്പെട്ടവനാണ്. ഭാവാർത്ഥം. എല്ലാത്തരം ദുസ്സംഗങ്ങളിൽ നിന്നും മുക്തനാണ് ഭക്തൻ. ചിലപ്പോൾ സ്തുതി കേൾക്കേണ്ടി വരും, ചിലപ്പോൾ ആക്ഷേപവും. മനുഷ്യ സമുദായത്തിന് സ്വാഭാവികമാണിത്. ഭക്തൻ കൃത്രിമങ്ങളായ ഈ കീർത്തിക്കും ദുഷ്കീർത്തിക്കും സുഖദുഃഖങ്ങൾക്കും
അതീതനത്രേ. ക്ഷമാശീലനാണയാൾ. കൃഷ്ണനെക്കുറിച്ചല്ലാതെ ആ മനുഷ്യന് സംഭാഷണ വിഷയമില്ല. അതുകൊണ്ട് മൗനി എന്ന് പറയപ്പെടുന്നു. മൗനമെന്നതിനർത്ഥം സംസാരിക്കാതിരിക്കലെന്നല്ല. നിരർത്ഥമായി സംസാരിക്കാതിരിക്കുക എന്നതാണ് മൗനത്തിനർത്ഥം. അത്യാവശ്യമായതേ ആരും സംസാരിക്കാവൂ. ഭക്തന് ഏറ്റവും ആവശ്യമായത് ഭഗവാനു വേണ്ടിയുള്ള സംഭാഷണമാണു താനും. ഏതൊരവസ്ഥയിലും സന്തുഷ്ടനായിരിക്കും ഭക്തൻ. ചിലപ്പോൾ അയാൾക്ക് സ്വാദേറിയ ഭക്ഷ്യസാധനങ്ങൾ കിട്ടും, ചിലപ്പോഴില്ല. എങ്കിലും അയാൾ സംതൃപ്തനാകുന്നു. താമസസ്ഥലത്തെ സൗകര്യങ്ങളെക്കുറിച്ചും അയാൾക്ക് നിഷ്കർഷയില്ല. താമസം മരച്ചുവട്ടിലായാലും അമരനെപ്പോലുള്ള കെട്ടിടത്തിലായാലും ശരി, അയാൾക്ക് രണ്ടിലും ആസക്തിയില്ല. തൻ്റെ നിശ്ചയത്തിലും ജ്ഞാനത്തിലും ഉറച്ചു നിൽക്കുകയാണ് ഭക്തൻ. അതുകൊണ്ട് അദ്ദേഹത്തെ സ്ഥിരധീഹി എന്നു വിളിക്കുന്നു. ഭക്തൻ്റെ ഈ യോഗ്യതകളെക്കുറിച്ചുള്ള വിവരണത്തിൽ ചിലപ്പോൾ ആവർത്തനം കാണാം. ഭക്തൻ ഈ യോഗ്യതകളെല്ലാം നേടിയേ കഴിയൂ എന്നതിന് ഊന്നൽ കൊടുക്കുകയാണിതുകൊണ്ടു ചെയ്യുന്നത്. സദ്ഗുണങ്ങളില്ലാത്ത ഒരാൾ വിശുദ്ധ ഭക്തനാവില്ല. ഹരാവഭക്തസ്യ കുതോ മഹദ്ഗുണാഃ. ഭക്തൻ സദ്ഗുണസമ്പന്നനാണ്. ഭക്തനല്ലാത്തവന് നല്ല ഗുണങ്ങളൊന്നുമില്ല. ഭക്തനെന്നറിയപ്പെടണമെങ്കിൽ ഗുണങ്ങൾ വളർത്തിയെടുക്കണം. അതിനുവേണ്ടി ഒരാൾ കരുതിക്കൂട്ടി പ്രവർത്തിക്കേണ്ടതില്ല. കൃഷ്ണാവബോധത്തോടെ ഭക്തിയുത ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നതു തന്നെ വിശിഷ്ട ഗുണങ്ങൾ വളർത്താൻ സ്വാഭാവികമായി സഹായിക്കും. ഹരേ കൃഷ്ണ.